കുടുംബ കാഴ്ചകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. തെയ്യം തക്ക തെയ്യ താഹം തെയ്യ തക്ക തെയ്യ താഹം തെയ്യം തക്ക തെയ്യ താഹം തെയ്യം തക്ക തെയ്യ താഹം ധി ധി തേ 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 തെയ്യം തക്ക തെയ്യ താഹം തെയ്യം തക്ക തെയ്യ താഹം തെയ്യം തക്ക തെയ്യം തക്ക തെയ്യ താഹം തെയ്യം തക്ക തെയ്യ താഹം. ഷേർലി അല്ലേ? അതെ. എന്റെ പൊന്നെ, എത്ര നാളായി കണ്ടിട്ട്. നീ ആകെ തടിച്ചു. ഇത് മോളാ? കോളേജ് കഴിഞ്ഞത് പിന്നെ ഇപ്പഴാ. ഒരു മിനിറ്റേ, മക്കളെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, നിങ്ങള് പോയിക്കോ. നീ ഇങ്ങ് വന്നേ, മോള് വാ, കേറി വാ. എത്ര കാലായി. എന്തൊക്കെയായിരുന്നു കോളേജ് കാലത്ത്. ഹരിയുമായിട്ടുള്ള പ്രണയം, ഒളിച്ചോട്ടം, വിവാഹം. നീ ഞങ്ങളുടെ ഹീറോ തന്നെയായിരുന്നു. എന്തൊക്കെയായാലും നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് കിട്ടിയല്ലോ, സന്തോഷമായി. നമ്മുടെ കോളേജ് ജീവിതം അതൊരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് റിയൽ ലൈഫിലേക്ക് കടക്കുമ്പോഴാ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീട്ടുകാരുടെ സഹായം വേണം. ലൈഫിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരു ഫീൽ, അതൊഴിവാക്കാനാണ് ഞാൻ ഈ ഡാൻസ് ക്ലാസ് തുടങ്ങിയത് തന്നെ. അപ്പോ വീട്ടുകാരുമായി ഇപ്പോഴും രമ്യതയിലായില്ല? അവർക്ക് എന്നോട് ക്ഷമിക്കാനാവില്ല. എന്നെ അവർ അതുപോലെ സ്നേഹിച്ചിരുന്നു. അവരെ ഉപേക്ഷിച്ചാണ് ഞാൻ. അപ്പോ ഹരിയോ? ഓ, ഹരി എപ്പോഴും ബിസിയാ. ബിസിനസ് ബിസിനസ്. ഓ, ഞാൻ എന്റെ കാര്യം പറഞ്ഞ് നിന്റെ വിശേഷം ചോദിക്കാൻ മറന്നു. നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചു? എന്നെ കേട്ടിച്ചിരിക്കുന്ന ഇവിടെ അടുത്താ. മോളെ ഡാൻസ് ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴാ ഇങ്ങനെയൊരു ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞത്. എന്തായാലും അതൊരു നിമിത്തമായി. ഓ, മറന്നു. വാ, ചായ കുടിക്കാം. ശരി. ഹരി ആയിരിക്കും. ഹലോ, ഇത് ഹരിയുടെ വീടല്ലേ? അതെ, ഇതാരാ? ഞാൻ ഹരിയുടെ കൂട്ടുകാരനാ. ഹരി ഹോസ്പിറ്റലൈസ്ഡാ. അറ്റാക്ക് ആയിരുന്നു. അയ്യോ, ഹരിക്ക് എന്താ പറ്റിയേ? ഹലോ, എന്താ ജിൻസി? ഹലോ, ഞാൻ ജിൻസിയുടെ കൂട്ടുകാരിയാ. ഹരിക്ക് എന്താ പറ്റിയേ? കൂട്ടുകാരിയാണ്. ഹരി മരിച്ചു. മാധവി, ഹരി ഹരി മരിച്ചിട്ട് 1 മാസമായപ്പോഴേക്കും ഞാൻ വന്നു എന്ന് വിചാരിക്കരുത്. ഈ വീടിന്റെ ലോൺ മുടങ്ങിയിട്ട് 4 മാസത്തോളമായി. ഹരിയെ മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. അത് തന്നോളാമെന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഒരു നടപടി എടുക്കാതിരുന്നത്. ഇതിപ്പോൾ ഹരി ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങളിത് എങ്ങനെ അടയ്ക്കുമെന്ന് ബാങ്കിന് സംശയമുണ്ട്. 1 മാസത്തിനുള്ളിൽ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യേണ്ടി വരും. അതൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. പൂന്തോട്ടമൊക്കെ ഉണ്ട്. ആഹാ, ഇരുന്നുകാരുണ്ടല്ലോടി. എന്നാ വർക്കിക്ക് ഒരു ഗ്ലാസ് ചായയും എടുത്ത്. വർക്കിച്ച, ഇവിടെ ചായ ഒന്നുമില്ല. വേണ്ട, വർക്കിക്ക് ചായ വേണ്ട. പക്ഷേ വർക്കിക്ക് തരാനുള്ള പൈസ തരാലോ. എന്തേ?
വർക്കിച്ച, ചേട്ടന് ഒരുപാട് പണം അവിടുന്ന് ഇവിടുന്നുമായി കിട്ടാനുണ്ട്. അത് കിട്ടുമ്പോ ഞാൻ തരും, തീർച്ച. വർക്കിച്ചൻ ഇപ്പൊ പോ. ആര് തരും? ആരെങ്കിലും തരാനുള്ള പണത്തിന്റെ കണക്ക് നിന്റെ അടുത്തുണ്ടോ? ഇല്ലല്ലോ. ഞാൻ അന്വേഷിച്ചു. ഹരിക്ക് ഒരുപാട് പണം കിട്ടാനുണ്ട്, പക്ഷെ ഒന്നിനും ഒരു രേഖയില്ല. എന്നാലേ വർക്കിയുടെ കയ്യിൽ രേഖയുണ്ട്. നിങ്ങളുടെ താഴത്തെ വയൽ 2 ഏക്കർ സ്ഥലമുണ്ടല്ലോ, അതിന്റെ ആധാരം അത് ഞാനിങ്ങ് എഴുതിയെടുക്കും. അപ്പൊ പിന്നെ നിനക്ക് വീടുമില്ല, സ്ഥലവും ഇല്ല. പിന്നെ വേണമെങ്കിൽ ചെറിയ സഹായമൊക്കെ ഞാൻ ചെയ്തു തരും. ഡോ, ഇപ്പൊ ഞാൻ പോവാ. പക്ഷെ 1 മാസത്തിനുള്ളിൽ എന്റെ പൈസ കിട്ടിയില്ലെങ്കിൽ ആ സ്ഥലം ഞാനിങ്ങ് എടുക്കും. കരയാതെ. എന്താടി ഇത്? എന്താ പറ്റിയേ? ചേട്ടൻ മരിച്ചതിൽ പിന്നെ ഇവിടെ കടക്കാരുടെ ബഹള. ഇത്രയും കടമുണ്ടെന്ന് ഞാൻ ഇപ്പഴാ അറിയുന്നത്. ബിസിനസ്സിൽ കടങ്ങൾ സാധാരണമാ. കടമുണ്ടെങ്കിൽ കിട്ടാനും ഉണ്ടാകും. അതിനെ കുറിച്ചൊന്നും നിനക്കറിയില്ലേ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. നീ കരയാതെ. എന്റെ മാതാപിതാക്കളോട് ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാണിത്. എല്ലാവരെയും വെറുപ്പിച്ച് ഞാൻ എന്റെ താല്പര്യം മാത്രം നോക്കിപ്പോയി. ഇപ്പൊ എനിക്ക് ആരുമില്ല. ആര് പറഞ്ഞു നിനക്ക് ആരുമില്ലെന്ന്? മക്കൾ എത്ര തെറ്റ് ചെയ്താലും ദൈവത്തിന്റെ കരുണ അതിനേക്കാൾ വലുതാണ്. നോക്ക്, ആരാ വന്നിരിക്കുന്നേ നോക്ക്. അമ്മ, ക്ഷമിക്കണേ. അടുത്തിടെ ഉണ്ടായ ഒരു സംഭവമാണ് ഇന്നത്തെ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിന് ആധാരം. ആ കുടുംബനാഥൻ ഒരു ബിസിനസ്സുകാരനാണ്. നാട്ടിലും വീട്ടിലും സുസമ്മതനായിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് മോശമായി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഭാര്യയും 2 മക്കളുമായി ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയുന്ന കാലം. ഈ വീട്ടിലെ മൂത്ത മകൻ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം സാങ്കേതിക വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നു. മകൾ എൻജിനീയറിംഗ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഇവരുടെ ഫ്ലാറ്റിൽ ഇദ്ദേഹം തനിച്ചായിരിക്കുന്ന സമയം. അന്ന് ഈ കുടുംബനാഥയും മകൾ 2 പേരും ഇവരുടെ ഒരു ബന്ധുവിൻ്റെ മരണാനന്തര പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോയതാണ്. പെട്ടെന്ന് ഈ കുടുംബനാഥയ്ക്ക് ബന്ധു വഴി ഒരു ഫോൺ സന്ദേശം ലഭിക്കുകയാണ്. ഭർത്താവ് സീരിയസായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്ത്രീ ആകെ അങ്കലാപ്പിലായി. മക്കളോടൊപ്പം അടുത്ത 1-2 ബന്ധുക്കളോടൊപ്പം ആശുപത്രിയിലെത്തിയപ്പോൾ സമയം അതിക്രമിച്ചിരുന്നു. അയാൾ മരണപ്പെട്ടു. അപ്രതീക്ഷിതമായുണ്ടായ ഹാർട്ട് അറ്റാക്കാണ് മരണകാരണം. മൃതസംസ്കാരമൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഇവർ വലിയ പ്രശ്നത്തിലേക്ക് വന്നത്. കാരണം വലിയ ബിസിനസ് പ്രവർത്തനങ്ങളിലായിരുന്ന ഈ കുടുംബനാഥൻ തൻ്റെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ ഒറ്റയാനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭാര്യയും പ്രായപൂർത്തിയായ മക്കളും ഉണ്ടായിരുന്നെങ്കിലും ഈ ബിസിനസ്സിനോട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഈ കുടുംബനാഥൻ ഇവരോട് ചർച്ച ചെയ്തിരുന്നില്ല.
നമുക്കറിയാം, സാധാരണ ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കുമ്പോൾ അത് തുടർന്ന് കൊണ്ടുപോകുമ്പോൾ ഒത്തിരിയേറെ സാമ്പത്തികമായ ഇടപാടുകളുണ്ടാവും. മാത്രമല്ല, ഈ കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഏറെ സ്വത്തുണ്ടായിരുന്നു. അതിനനുസരിച്ച് ബാങ്കുകളോട് ബന്ധപ്പെട്ട ഇടപാടുകളും ബാധ്യതകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളിലൊന്നും ഇദ്ദേഹം തൻ്റെ ഭാര്യയും മക്കളെയും ഇടപെടുത്താതെ ഇരുന്നത് കൊണ്ട് ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയുമായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പലരും തങ്ങൾക്ക് കുടുംബനാഥൻ പണം നൽകാനുണ്ട് എന്നാവശ്യപ്പെട്ടെത്തി. ഇവരാകെ പ്രശ്നത്തിലായി. അന്ന് വരെ ഈ ഭർത്താവിന് ഈ ഭാര്യയോ മക്കളോ പഴിച്ചിരുന്നില്ല. പക്ഷേ മനസ്സുകൊണ്ട് പഴിക്കേണ്ട അവസ്ഥ വന്നു. കാരണം 4 ഭാഗത്തു നിന്നും തങ്ങൾക്ക് പൈസ തരാനുണ്ട്, തങ്ങളിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആളുകൾ എത്താൻ തുടങ്ങി. ആകെ മാനസികമായ പ്രശ്നത്തിലായി ഈ കുടുംബനാഥയും മക്കളും. അന്നേരമാണ് മറ്റു ബന്ധുക്കളൊക്കെ ചോദിക്കുന്നത്, നിൻ്റെ ഭർത്താവ് ബിസിനസ്സിനോട് ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നിന്നോടും മക്കളോടും പറഞ്ഞിട്ടില്ലായിരുന്നോ? ഈ കുടുംബനാഥ പറഞ്ഞു, അങ്ങനെ ഒരു പതിവില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ ചെയ്യുന്ന രീതിയായിരുന്നു. സാമ്പത്തികമായ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. മോനും മോളും അതുതന്നെ പറഞ്ഞു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. സ്വതവേ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ മേഖലയിലൂടെയൊക്കെ കടന്നു പോകുന്ന കുടുംബനാഥന്മാർ ആഗ്രഹിക്കുന്നു സാമ്പത്തികമായ ഈ ഇടപാടുകളുടെ വിശദാംശങ്ങളൊന്നും ഭാര്യയും മക്കളും അറിയണ്ട. ഒരുപക്ഷെ നല്ല അർത്ഥത്തിലായിരിക്കാം അവരപ്രകാരം ചിന്തിക്കുന്നത്. ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അവരറിയണ്ട. പക്ഷേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ജീവിതവും മരണവും ഒക്കെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്ന വഴിയിലല്ലല്ലോ. മരണം ഏത് സമയവും സംഭവിക്കാം. പക്ഷേ ജീവിതം തുടർന്നു പോകേണ്ടതാണ്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന് ഒരു തുടക്കവും ഒരു തുടർച്ചയുമുണ്ട്. ഞാനെന്ന് പറയുന്ന ഭർത്താവ് എൻ്റെ ഭാര്യയോടൊപ്പം എൻ്റെ മക്കളോടൊപ്പം വിവാഹ ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ തുടക്കം കുറിച്ചെങ്കിൽ മുമ്പോട്ടുള്ള പോക്കിൽ ഞാനവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഞാൻ തുടങ്ങി വെച്ച എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക പദ്ധതികൾ തുടരേണ്ടുന്നതാണ്. അതിനൊരു തുടർച്ചയുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കുറഞ്ഞപക്ഷം പ്രായവും പക്വതയുമാർന്ന ആളുകളെങ്കിലും ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകണം. മാത്രമല്ല, ഇങ്ങനെയുള്ള പങ്കുവയ്ക്കൽ ഈ ബിസിനസ്സിൽ ഈ സാമ്പത്തിക ഇടപാടിൽ മുഖ്യമായും ഏർപ്പെടുന്ന ആളിൻ്റെ മാനസികമായ വിഷമതകൾ കുറയ്ക്കും. പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്ന അവസ്ഥ ഒത്തിരിയേറെ ആശ്വാസം പകർന്നു നൽകുന്ന അവസ്ഥയാവും. മരണശേഷം മക്കളോ ഭാര്യയോ ഒക്കെ പഴിക്കേണ്ടി വരുന്ന സാഹചര്യം എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ ഞങ്ങളുടെ പപ്പായ്ക്ക് തെറ്റിപ്പോയി എന്ന് പറയുന്ന സാഹചര്യം സംജാതമാകാതിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുക തന്നെ വേണം. കുറഞ്ഞപക്ഷം ഭാര്യയോടെങ്കിലും പറയാൻ സാധിക്കും. മൂത്ത മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയണം. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടുകളോട് ബന്ധപ്പെട്ട രേഖകളും മറ്റും ഈ ഭാര്യയെ മക്കളെ പരിചയപ്പെടുത്താനിടയാവണം. പലപ്പോഴും കുടുംബനാഥൻ്റെയോ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം, സാമ്പത്തിക ഇടപാടിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന ആളോ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിനോടൊക്കെ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുമ്പോൾ എവിടെയാണ് എന്താണെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കുടുംബനാഥനുമായി സംസാരിച്ചപ്പോൾ ഞാൻ ഈ വിഷയം സംസാരിച്ചു. അദ്ദേഹവും എന്നോട് ഗൗരവഭാവത്തോടെ സംസാരിച്ചു. ഇതൊക്കെ പിള്ളേരോട് എന്തിനു പറയണം, ഭാര്യയോട് എന്തിനു പറയണം എന്നുള്ളൊരു ഭാവത്തിലാണ് സംസാരിച്ചത്.
ഞാൻ അവസാനം പറഞ്ഞു, ഇദ്ദേഹം കുറഞ്ഞ പക്ഷം ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുകയെങ്കിലും വേണം. കുടുംബനാഥ അല്ലെങ്കിൽ മക്കൾ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനോടൊന്നും പരിചയപ്പെടുന്നില്ലെങ്കിൽ പോലും ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുക. അത് ബാങ്ക് ഇടപാടുകളെ സംബന്ധിച്ചാവാം, വ്യക്തികളോട് പണം വാങ്ങിച്ചതിനെക്കുറിച്ച് അത് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാവാം, ഭൂസ്വത്തിനെ സംബന്ധിച്ചുള്ള രേഖകളാവാം, ബാങ്ക് ഇടപാടുകളെ സംബന്ധിച്ചുള്ള രേഖകളാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായും എഴുതി വയ്ക്കുക. അത് തീർച്ചയായും ഭാര്യയുടെ അല്ലെങ്കിൽ മുതിർന്ന മക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മുഖ്യമായ കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്രതീക്ഷിതമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് രോഗവും മരണവും അപകടവുമൊക്കെ എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അവിടെ അതോടുകൂടെ നമ്മുടെ കുടുംബം അസ്തമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇവിടെയാണ് വിവേകം നമുക്കുണ്ടാവേണ്ടത്. ഞാനിങ്ങനെ ഈ ഒരു കുടുംബനാഥനെക്കുറിച്ച് പറയുന്നെങ്കിൽ പോലും വിവേകത്തോടുകൂടെ തൻ്റെ കുടുംബത്തിൻ്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ കുടുംബനാഥന്മാരുണ്ട്. മക്കളെ, ജീവിത പങ്കാളിയെ താൻ ചെയ്യുന്ന മുഖ്യമായ ഇടപാടുകളോട് ബന്ധപ്പെടുത്തി നയിക്കുന്ന എത്രയോ കുടുംബനാഥന്മാരുണ്ട്. ഇപ്പോൾ പ്രായാധിക്യത്തിലായിരിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളുണ്ട്. അവരിൽ നല്ല ശതമാനവും മക്കളെ തങ്ങളുടെ ഇടപാടുകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു. ഞാൻ തന്നെയും ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അപ്പൻ ഞങ്ങളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട സ്വത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അറിയാമായിരുന്നു എവിടെ സാമ്പത്തിക ബാധ്യതയുണ്ട്, എവിടെയാണ് നമ്മുടെ സ്വത്തുക്കൾ, അതിൻ്റെ രേഖകൾ എന്തൊക്കെയാണ്. ഇന്ന് പലപ്പോഴും വ്യക്തിപരമായ ഒരു കാര്യമാണ് തൻ്റെ ബിസിനസ്സിനോട് ബന്ധപ്പെട്ടുള്ളത് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിനോട് ബന്ധപ്പെട്ടുള്ളത് എന്ന് ചിന്തിച്ച് സ്വാർത്ഥപരമായി പിതാക്കന്മാർ അല്ലെങ്കിൽ മക്കൾ, പ്രായമായവർ പോകുന്നത് കൊണ്ട് കുടുംബത്തെ അപകടക്കെണിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ അപകടക്കെണിയിൽ അകപ്പെടാതിരിക്കാൻ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ വ്യാപരിക്കുന്ന സാമ്പത്തിക മേഖലകൾ, ബിസിനസ് മേഖലകൾ മറ്റുള്ള ആളുകളെ പരിചയപ്പെടുത്തുക തന്നെ വേണം. ഇത് വലിയ ഒരു സഹകരണത്തിൻ്റെ തലമാണ്, വലിയൊരു സഹകരണത്തിൻ്റെ വേദിയാണ്. തന്നെയുമല്ല, തൻ്റെ പപ്പ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടേറിയ വഴികളിലൂടെ പോകുന്നു, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടി വലിയ ഭാരം ഏറ്റെടുക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചാൽ എന്തോ ഒരു ആദരവ്, എന്തോ ഒരു സ്നേഹം ആ കുടുംബനാഥനോടുണ്ടാവും. പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ കഴുത ഭാരം വഹിക്കുന്നത് പോലെ പല കുടുംബനാഥന്മാരും ഭാരം വഹിക്കുക. ഇതൊന്നും ആരും അറിയണ്ട എന്നുള്ള ചിന്തയിൽ. കുടുംബത്തോടുള്ള സ്നേഹത്തിൽ മക്കളെ വളർത്താനുള്ള ഒരു വഴി കൂടിയാണ് കുടുംബനാഥൻ പോകുന്ന ഭാരപ്പെട്ട വഴികളെ മക്കളെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. യാഥാർത്ഥ്യബോധം അവർക്കുണ്ടാകും. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു കഴിവ് അപ്പനുണ്ട്. അതുകൊണ്ട് അപ്പൻ ആ വഴിക്കാണ് ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം നേടിത്തരുന്നത് എന്ന് മക്കൾ ചിന്തിക്കാനിടയാവരുത്. അപ്പൻ്റെ അധ്വാനത്തിൻ്റെ വില മക്കൾ മനസ്സിലാക്കി അത് ഏറ്റുപറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ പരിചയപ്പെടുത്തുക തന്നെ വേണം. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നാം നടത്തുന്നുണ്ടെങ്കിൽ, ബിസിനസ് മേഖലകളിലേക്ക് നാം പോകുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കുടുംബത്തിലെ മുതിർന്നവർക്കെങ്കിലും പരിചയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഞങ്ങൾക്കിതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് അവർ പറയേണ്ട ഒരു സാഹചര്യം സംജാതമാവരുത്. അപ്രതീക്ഷിതമായി കുടുംബത്തിലെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു പോകുന്ന ആളുകൾക്ക് മരണം സംഭവിക്കുമ്പോൾ, രോഗാവസ്ഥയിലാകുമ്പോൾ, അപകടം സംഭവിക്കുമ്പോൾ
ഈ കുടുംബം നിലച്ചുപോയി, നിന്നുപോയി, ആ കുടുംബനാഥൻ്റെ അശ്രദ്ധ മൂലം ഇതൊക്കെ സംഭവിച്ചു എന്ന് പറയാനിടയാവരുത്. അതുകൊണ്ട് വിവേകത്തോടുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭാര്യയെ, മക്കളെ കൂടി ഏർപ്പെടുത്തുക. കുറഞ്ഞപക്ഷം കുടുംബത്തിലെ മുതിർന്ന മക്കളെയെങ്കിലും ഇതൊക്കെ പരിചയപ്പെടുത്താനിടയാവണം. ഇത് തീർച്ചയായും നല്ല കുടുംബങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. കുടുംബത്തെക്കുറിച്ച്, കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നന്നായി ചിന്തിക്കുന്ന കുടുംബങ്ങൾ ഈ നിർദ്ദേശം സ്വീകരിക്കും എന്നത് ഉറപ്പാണ്. ഇങ്ങനെ തൻ്റെ ബിസിനസ് കാര്യങ്ങളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ മക്കളെ കൂടി ഏർപ്പെടുത്തി മുമ്പോട്ട് നയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഭാര്യയെ കൂടി പരിചയപ്പെടുത്തിയിട്ടുള്ള എത്രയോ കുടുംബനാഥന്മാർ നമുക്കുണ്ട്. അവരെക്കുറിച്ച് എന്നും നമുക്ക് ആദരവ് തന്നെയാണുള്ളത്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാം. എൻ്റെ പേര് രാജു പോൾ. ഞാൻ തൃശ്ശൂരാണ് താമസം. ഒരു പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി നടത്തുന്നു. നവീകരണ മുന്നേറ്റത്തിൽ വന്നതിന് ശേഷം ജീസസ് യൂത്തിലൂടെയാണ് ഞാൻ ഈശോയെ അറിയുന്നതും കൂടുതൽ ഈശോയിലേക്ക് അടുക്കുന്നതും. ഞാനും എൻ്റെ കുടുംബവും നവീകരണ മുന്നേറ്റത്തിൽ വന്നതിന് ശേഷം ദശാംശം കൊടുക്കുക എന്നത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും അതിലൂടെ ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാനും ജീവിതം പടിപടിയായി ഉയർത്താനും ഞങ്ങൾക്ക് സാധിച്ചു. സാമ്പത്തികമായിട്ട് എന്ത് ബുദ്ധിമുട്ട് നേരിട്ടാലും ഈശോ കൈവിടുക ഇല്ല എന്ന് ഞങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായി. നമുക്ക് ലഭിക്കുന്നതിനനുസരിച്ച് കൊടുക്കുവാൻ ഈശോ ഞങ്ങളെ പഠിപ്പിക്കുകയും അതനുസരിച്ച് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും, അതുപോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഏതു സമയത്തും ഒരു പ്രതിസന്ധിയും കൂടാതെ ഈശോ ഞങ്ങളെ കൈപിടിച്ച് കൊണ്ടു നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും, സാമ്പത്തികമായിട്ടും ഒരു വാഹനം വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോഴോ ഏതൊരു ആവശ്യമായാലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഈശോയോട് ആലോചന ചോദിക്കുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഏത് തീരുമാനം എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് തീരുമാനത്തിൻ്റെ എന്ത് കുറവുകളുണ്ടെങ്കിലും എൻ്റെ കുടുംബം എന്നോടൊപ്പം ചേർന്ന് നിൽക്കാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയും മക്കളും പപ്പയും അമ്മയും. ഞങ്ങൾക്ക് ഒരു കുറവും കൂടാതെ തന്നെ ഈശോ ഇതുവരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഞങ്ങൾ ഇനിയും വിശ്വസിക്കുന്നു ഈശോയുടെ കൂടെ നടക്കുവാനും ഈശോയ്ക്ക് ആവശ്യമുള്ളത് കണ്ടറിഞ്ഞ് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ ഈശോ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് യഥാസമയം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ പേര് സോണി. ഞാൻ ബദനി കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂൾ കുന്നംകുളം ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് 4 മക്കളാണ്. പോൾ, മാത്യു, മേരി, അന്ന. ഞങ്ങളുടെ കൂടെ പപ്പയും മമ്മയും ഉണ്ട്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ സുഗമമായിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങളിൽ ഞങ്ങൾ ഓരോ തീരുമാനം എടുക്കുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരുന്ന്, പപ്പയും മമ്മയും മക്കളും ഞങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ടൊരു പ്രശ്നങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും ദശാംശം കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം, ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ കൃത്യമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത്, ഈശോയുടെ ഒരു പ്രത്യേക പരിപാലന ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഓരോ ദിവസവും ഞങ്ങളുടെ രാത്രി പ്രാർത്ഥിച്ച് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ബിസിനസ്സിലെ ആണെങ്കിലും ജോലിക്കാര്യങ്ങളാണെങ്കിലും പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടും ഇനി നാളത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്തും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് കാര്യങ്ങളിലും എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് വീട്ടിലെല്ലാവർക്കും ഒരു പൊതുവായൊരു ധാരണ ഉണ്ടാവാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കുടുംബം തുടക്കവും തുടർച്ചയുമുള്ള അവിടുത്തെ സംവിധാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കുടുംബത്തിൻ്റെ ഭൗതിക കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകേണ്ടതുണ്ട്.
ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുടുംബനാഥന്മാർ അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ, ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, അതൊക്കെയും കുടുംബത്തിൻ്റെ വ്യാപാരങ്ങളായി കണ്ടുകൊണ്ട് കുടുംബനാഥയെ, മക്കളെ, കുടുംബത്തിലെ മുതിർന്നവരെ പരിചയപ്പെടുത്താൻ ഇടയാകും വിധം എളിമയുടെ മനോഭാവം, വിവേകത്തിൻ്റെ മനോഭാവം അവർക്കെല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുത്തെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് കൃപയും അനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ, തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.